നമസ്കാരം. കെ.എം. എബ്രഹാമിനെതിരെ വിജിലൻസ് അന്വേഷണത്തിലെ അട്ടിമറി നടക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മുൻ DGP ജേക്കബ് തോമസും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഇക്കാര്യം ആവർത്തിച്ച് ഉന്നയിക്കുകയാണ് ഉണ്ടായത്. കെ.എം. എബ്രഹാമിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൻ്റെ ഫയൽ ജേക്കബ് തോമസിനെ ഏൽപ്പിച്ചിട്ടും വിജിലൻസിലെ ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗസ്ഥനായ SP രാജേന്ദ്രനെയാണ് കണ്ടുപിടിച്ച് അന്വേഷണ ചുമതല ഏൽപ്പിച്ചതെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഉയർത്തിയ ആരോപണം. ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കെ.എം. എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ പരിശോധന റിപ്പോർട്ട് നടന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ വിജിലൻസ് റിപ്പോർട്ട് ജേക്കബ് തോമസിന് അനുകൂലമാക്കാൻ വേണ്ടി ജേക്കബ് തോമസ് കെ.എം. എബ്രഹാമിന് എതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ S. രാജേന്ദ്രനെ കൊണ്ട് എബ്രഹാമിൻ്റെ വീട്ടിൽ പ്രഹസന റെയ്ഡ് നടത്തിയെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: അത് തന്നെ. അപ്പോൾ ജ്യോതി, എനിക്ക് പറയാനുള്ളത്, ശ്രീ ജേക്കബ് തോമസ് ആദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്ന് വരെയാണ് അദ്ദേഹം വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ട് ഇരുന്നത് ഒന്ന് പറയാമോ, എന്നിട്ട് കഥ തുടങ്ങാൻ വേണ്ടിയിട്ട് ചില സംശയങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുക. അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിന് കേൾക്കാൻ നന്നായിരിക്കും. എന്ന് വരെയാണ് വിജിലൻസ് ഡയറക്ടറായിട്ട് അവിടെ ഇരുന്നത് എന്നാണ് എനിക്ക് മാർച്ച് 2017 ജോമോൻ 2017 മാർച്ച് ഡേറ്റും കൂടെ പറയാൻ നന്നായിരുന്നു. ഡേറ്റിൽ മാർച്ച് എത്രാം തീയതിയാണ് അല്ലേ? ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അത്രയും മതി. 2017 മാർച്ച് ഉറപ്പാണല്ലോ, മാർച്ച് 30 മറ്റോ. കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഈ ജേക്കബ് തോമസിനെ പോലൊരാൾ, DGP വിജിലൻസ് ഡയറക്ടറായിരുന്ന ഒരാൾ, അദ്ദേഹം ഇത് മറവിലൂടെ വന്നതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വളരെ വ്യക്തതയോട് തന്നെ പറയാം. അപ്പം ഇവിടെ 10 വർഷമായി ഈ കേസിലെ ശ്രീ K.M. എബ്രഹാത്തിനെതിരെ വരവിക്കഴിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന് പരാതി കൊടുത്ത് 2015 അപ്പം ഇവിടെ വിജിലൻസ് കോടതി ഉത്തരവിടുന്നത്, ഇത് അന്വേഷിക്കാൻ ഉത്തരവിടുന്നത് 2016 ഒക്ടോബർ 7 ആ ഉത്തരവും വാങ്ങിച്ച്, വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അടയാള സഹിത സർട്ടിഫിക്കറ്റ് കോപ്പിയും വാങ്ങിച്ച് ഹർജിയുടെ കോപ്പിയും കൂടെ കോടതിയിൽ നിന്ന് എടുത്ത് എൻ്റെ കയ്യിലുണ്ടെങ്കിലും അടയാള സഹിത ഒറിജിനൽ വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന ജേക്കബ് തോമസിൻ്റെ ഒരിക്കൽ ഫോണിൽ കൂടെ വിളിച്ച് വഞ്ചൂർ കോടതിയിൽ നേരെ വികാസ് ഭവനിലുള്ള വിജിലൻസ് ഡയറക്ടർ ഓഫീസിൽ വന്ന്, അപ്പോൾ അവിടെ അതായത് എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന് എൻ്റെ പുസ്തകത്തിലും അത് പറയുന്നുണ്ട്, ആ പോർഷൻ ഇത് പ്രത്യേകം ഇതിനകത്ത് പറയുന്നത്. അപ്പം വിളിച്ചപ്പോൾ ഉച്ച കഴിഞ്ഞ് സന്ദർശകരെ കാണാറില്ല, അപ്പം 2 മണിയോ മറ്റാണ്. അപ്പോൾ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പിന്നെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് കണ്ടു. അപ്പോൾ അവിടെ ഇതിൽ പറയുന്നുണ്ട് ലീഗൽ അഡ്വൈസർ അഗസ്റ്റിൻ, ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അഗസ്റ്റിൻ ഈ കേസ് പ്രതിയെ സഹായിക്കാൻ വേണ്ടി പ്രകടമായി നിന്നു. ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അഗസ്റ്റിൻ ലീഗൽ അഡ്വൈസർ, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ സീനിയർ ലീഗൽ അഡ്വൈസർ. അഗസ്റ്റിൻ ഡയറക്ടറായി ഇരിപ്പുണ്ട്. അപ്പുറം ഞാൻ ഈ ഹർജിയും ഈ കോടതി ഉത്തരവും ജേക്കബ് തോമസിൻ്റെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ SP അന്വേഷിക്കാൻ അതിൻ്റെ പുറത്ത് ഓർഡർ ഇട്ടത്. 2016 ഡിസംബർ 7 ഇത് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട്, ക്വിക്ക് വെരിഫിക്കേഷൻ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊടുത്തുള്ള അതിനുള്ള കോപ്പിയുള്ളതാണ് ഹൈക്കോടതിയിൽ. അപ്പം അദ്ദേഹം അറിഞ്ഞില്ല, ഞാൻ ഇരുന്നപ്പോൾ അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിന് ശേഷമാണ് വിജിലൻസ് കോടതി ഞാൻ ഇത് തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. വിജിലൻസ് എല്ലാ രേഖകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി അത് തന്നെയാണ് പറയുന്നത്. ഹൈക്കോടതിയിൽ ഞാനത് ഹാജരാക്കി. എല്ലാ രേഖകളും ഈ അക്കൗണ്ടിൽ, ഈ പറയുന്ന K.M. എബ്രഹാത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് വന്നു. വിജിലൻസ് അന്വേഷിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിൽ, നന്ദൻകോട്ടെ ഫെഡറൽ ബാങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. അവൻ ഡീറ്റെയിൽസ് എടുത്ത് വിജിലൻസ് ഹാജരാക്കി വിജിലൻസ് കോടതി കൊടുത്തതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുത്ത് ഹൈക്കോടതി കൊണ്ട് കൊടുത്തു. ഈ കടപ്പാക്കടൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇപ്പം ആ പറയുന്ന അതിൻ്റെ എല്ലാ രേഖകളും വന്നു. അപ്പോൾ ആ വിജിലൻസ് കൊടുത്ത മൊഴിയിൽ എല്ലാം വന്നിട്ടുള്ള ഇദ്ദേഹം ഉണ്ടാവും. അത് കഴിഞ്ഞ് വിജിലൻസ് കോടതി അതിന്മേൽ വാദം കേട്ട്
17 നവംബർ 28-ാം തീയതിയാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് കണ്ണടച്ചുകൊണ്ട്, അത് തുടരന്വേഷണത്തിന് ഓർഡറിൻ്റെ കോടതി കണ്ണടച്ചുകൊണ്ട് വിജിലൻസ് ജഡ്ജി ഇട്ടെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഈ 50-ാം പേജിൽ പറയുന്നത്. വിജിലൻസ് ഡയറക്ടറിൻ്റെ അനുമതിയോട് കൂടി ഇപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന പോലീസിലുള്ളവരും അല്ലാത്തവർക്കും എല്ലാം കോടതി എല്ലാം അറിയാം. വിജിലൻസ് ഡയറക്ടറെ അനുമതിയോട് കൂടി വേണം വിജിലൻസ് ഈ കേസ് അന്വേഷിച്ച SP കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്, കോടതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടിയാണ് റിപ്പോർട്ട് കൊടുത്തത്, രാജേന്ദ്രൻ കൊടുത്തത്. സൂപ്പർവിഷൻ ഓഫീസർ വിജിലൻസ് ഡയറക്ടറാണ്. KM എബ്രഹാം തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത മറുപടിയിൽ പറയുന്നത് തന്നെ, ജേക്കബ് തോമസിനെ പോലെയുള്ള വിജിലൻസ് ഡയറക്ടർ സൂപ്പർവിഷൻ വഹിച്ചാണ് ഈ റിപ്പോർട്ട് ഇത് തെളിവില്ലെന്ന് കണ്ട് റെഫർ ചെയ്യാൻ, അന്വേഷണം അവസാനിപ്പിക്കാൻ കോടതിയിൽ കൊടുത്തെന്നുള്ള. അപ്പം എനിക്കത് ഗുണമായി അദ്ദേഹം പറഞ്ഞു. അപ്പം കൃത്യമായി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. എനിക്കിപ്പം ജേക്കബ് തോമസ് പല കാര്യങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വിജിലൻസ് ഡയറക്ടറാണ്. പക്ഷേ അദ്ദേഹത്തോട് ഒരു കാര്യം വളരെ ഭംഗിയായി, അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്ത പോലെ തന്നെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ തന്നെ ആ പരാതിക്കാരനെ എനിക്കെതിരെയും ഈ KM എബ്രഹാം ചെയ്തു ധനകാര്യ പരിശോധന ഒരു ആയുധമാണ്. ഒരു ആയുധം ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് KM എബ്രഹാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരേ സമയത്ത് ഇത് കോടതിയിൽ ഞാൻ എഴുതി കൊടുത്തതിനകത്തോട്ട് കോടതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ എന്നെ സംഭവിച്ചത്, ഈ 2016 ഡിസംബർ 7 KM എബ്രഹാത്തിനെതിരെ അന്വേഷണം എല്ലാ തെളിവും ഉണ്ടാഞ്ഞിട്ട് FIR ഇടാതെ അന്വേഷണം അവസാനിപ്പിച്ച് വിജിലൻസ് കോടതി കൊടുക്കുമ്പോൾ അതേ ഡേറ്റിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ശ്രീ ജേക്കബ് തോമസിനെതിരെ പോർട്ട് ഡയറക്ടറായിരുന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആരാണ് ഈ KM എബ്രഹാം ധനകാര്യ പരിശോധന നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കും ഒരേ സമയത്ത്. ഈ 3ാമത്തെ ഡേറ്റ് ഇടുന്നു 2016 ഡിസംബർ 7 തന്നെ. അപ്പോൾ ആദ്യം കൊടുക്കുന്നത് KM എബ്രഹാത്തിനെതിരെയുള്ള റെഫർ ചെയ്ത് കൊടുക്കുകയും പിന്നീട് ജേക്കബ് തോമസിനെ പറ്റിച്ച് കളിപ്പിച്ച് നേരെ ജേക്കബ് തോമസിനെതിരെ കോടികളുടെ അഴിമതി നടത്തി നമ്മുടെ സർക്കാരിൽ KM എബ്രഹാം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് സാധ്യത വഴങ്ങിയത്. റിപ്പോർട്ട് ഇങ്ങനെ കോടതിയിൽ വന്നത് വളരെ വ്യക്തമായില്ലേ. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അന്നത്തെ വിജിലൻസ് ഡയറക്ടർ സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഈ റിപ്പോർട്ട് റെഫർ FIR ഇടേണ്ട കേസിൽ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ജേക്കബ് തോമസ് തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ ഇവിടെ ജേക്കബ് തോമസിനെ ഇപ്പം കുറ്റപ്പെടുത്തി അദ്ദേഹത്തിനെതിരെയുള്ള വിചാരണയല്ല ഇപ്പം നടക്കുന്നു, KM എബ്രഹാത്തിനെതിരെ. അദ്ദേഹം അറിഞ്ഞോ അറിയാതോ എന്തോ സംഭവിച്ചു. പക്ഷേ ഈ റെക്കോർഡ് ശ്രീ ജേക്കബ് തോമസ് ഒരു കാര്യം മനസ്സിലാക്കുമോ, കൃത്യമായ ഡേറ്റാണ് ഈ പറഞ്ഞത്. ഒരേ സമയത്ത് നിങ്ങൾക്ക് അത് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട്, വിജിലൻസ് പോലും അത് നിഷേധിച്ചിട്ടില്ല. അപ്പം ഒരേ സമയത്ത് അന്വേഷണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്. വിജിലൻസ് മേധാവിക്കെതിരെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നടത്തുന്നു. അതേ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ വിജിലൻസ് ഡയറക്ടറുടെ സൂപ്പർവിഷനിൽ അന്വേഷണം നടക്കും. ഞാൻ വാദിയായ കേസ് കോടതിയുടെ ഉത്തരവ് പ്രകാരം വിജിലൻസ് കോടതി. പിന്നെ ജേക്കബ് തോമസ് ഇവിടെ പറഞ്ഞല്ലോ, വിജിലൻസ് കോടതി ഉത്തരവിട്ടാൽ അന്നേരത്തെ സംവിധാനത്തിൽ, വിജിലൻസ് കോടതി അന്നേരത്തെ സംവിധാനമല്ല, വിജിലൻസ് കോടതി രൂപീകൃതമായ കേരളത്തിൽ അന്നു മുതൽ ഇതുപോലുള്ള കേസുകൾ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അന്വേഷിച്ചേ പറ്റൂ. അതാണ് ഇപ്പം ബഹറുദ്ദീൻ, ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ജസ്റ്റിസ് ബഹറുദ്ദീൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജിയായിരുന്നപ്പോഴാണ് 2016 ഒക്ടോബർ 7-ാം തീയതി എൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് KM എബ്രഹാത്തിൻ്റെ അന്വേഷണം ഉത്തരവിട്ടത്. അപ്പോൾ അദ്ദേഹം പ്രൊമോഷൻ കിട്ടി സ്ഥലം മാറിപ്പോയപ്പോൾ ആ തക്കം നോക്കി ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ട് പിന്നീട് കൊടുത്തു. എപ്പോഴാണ് കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2016 ഡിസംബർ 7-ാം തീയതി. അപ്പോൾ അജിത് കുമാർ എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹം കിട്ടിയ വാദി കേൾക്കാത്ത വാദി എൻ്റെ എല്ലാ തെളിവുകളും ഞാൻ കോടതിയിൽ വാദിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും കണ്ണടച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയാം, കണ്ണടച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് നിയമവിരുദ്ധമാണ്. രൂക്ഷമായി വിജിലൻസ് കോടതിയെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ശരി ജോമോൻ, എന്തായാലും ഇപ്പോൾ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എല്ലാവരുടെയും മുന്നിലുണ്ട്. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആയി വാർത്തകളിലൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ജേക്കബ് തോമസിനെ അക്ഷരാർത്ഥത്തിൽ KM എബ്രഹാം ചതിച്ചു, വഞ്ചിച്ചു. ജേക്കബ് തോമസിന് ഈ വിഷയത്തിൽ
മറുപടി പറയാനുണ്ടാകും. ഞാൻ മറ്റു രണ്ട് അതിഥികളിലേക്ക് കൂടി പോയിട്ട് വന്നതിന് ശേഷം പോരെ കേസിന്റെ മെറിറ്റിലേക്ക് പോയില്ല, പിന്നീട് പറഞ്ഞോളാം. ഈ കേസിന്റെ മെറിറ്റ് ഞെട്ടിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഹൈക്കോടതിയിൽ KM എബ്രഹാത്തിന് വേണ്ടി ലോകായുക്തയിലെ ഗവൺമെന്റ് GP ചന്ദ്രശേഖരൻ ഹാജരായി. അത് തന്നെ പറയാം. അപ്പോൾ സർക്കാർ സംവിധാനം ഈ സർക്കാർ സംവിധാനം KM എബ്രഹാമിനൊപ്പമാണെന്നുള്ളത് സുവ്യക്തമാണല്ലോ. അല്ല, ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു സർക്കാർ ഗവൺമെന്റ് GP അഭിഭാഷകൻ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്.